നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ലോക്സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുൻപ് സ്പീക്കർക്ക് കത്ത് നൽകിയാൽ 24 മണിക്കൂർ നീളുന്ന സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമിത്ഷാ പറഞ്ഞു. താൻ അപ്രതീക്ഷനായി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റാണെന്നും സമ്മേളനം ആരംഭിച്ചതു മുതൽ പാർലമെന്റിലെ ഓഫീസിൽ ഹാജരാകുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. देखिए, सबसे पहले तो लापता, भाग गए, भगोड़े हैं, इस प्रकार की भाषा भारत की सार्वजनिक जीवन में और संसदीय जीवन में अभी अभी सुनाई पड़ती है. जब से संसद सत्र शुरू हुआ तब से लगातार मैं संसद में आता हूं, मेरी चैम्बर में बैठा हूं. चूंकि संसद भवन के अंदर विपक्ष संसद को चलने ही नहीं दे रहा है दोनों गृहों में, तो कोई जाकर क्या करेगा. जहां तक चर्चा का सवाल है, सरकार की ओर से किरण रिजिजू जी ने, जो हमारे पार्लियामेंट्री अफेयर्स मिनिस्टर है, उन्होंने बहुत स्पष्ट कर दिया है कि जो नीट आंदोलन के छात्र प्रदर्शन पर सभी प्रकार की चर्चा करने के लिए सरकार तैयार है और चर्चा के लिए समय सुनिश्चित किया जाए और विपक्ष तैयार हो जाए. നന്ദനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നത്. നന്ദഗോപൻ, അദ്ദേഹം പറയുന്ന കാര്യം വ്യക്തമാണല്ലോ. അതായത് ഈ മഴക്കാല സമ്മേളനം ആരംഭിച്ചത് മുതൽ എല്ലാ ദിവസവും താൻ പാർലമെന്റിൽ വരുന്നുണ്ട്, പാർലമെന്റിലെ തന്റെ ഓഫീസിൽ ഉണ്ട്. പക്ഷേ പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ എല്ലാ ദിവസവും തടസ്സപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പിന്നെ എന്തിനാണ് ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണല്ലോ അമിത്ഷാ പ്രതിപക്ഷത്തോട് പറയുന്നത്. ഗൗതം, അമിത്ഷയ്ക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന അധിക്ഷേപങ്ങൾക്കും അതേപോലെ തന്നെ പാർലമെന്റിലെ സ്തംഭനാവസ്ഥയ്ക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ താൻ ദിവസവും പാർലമെന്റിൽ വരുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ താൻ പതിവായി ചേംബറിൽ എത്തുന്നുണ്ടെന്നും എന്നാൽ സഭ നടക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തതിനാലാണ് അകത്തേക്ക് പ്രവേശിക്കാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും മറ്റ് പ്രധാന വിഷയങ്ങളിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്നും ഏത് ചോദ്യത്തിനും താൻ സഭയിൽ നേരിട്ട് മറുപടി നൽകുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ചർച്ചയിൽ നിന്നും ആരും ഒളിച്ചോടുന്നു എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അമിത്ഷാ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു തുറന്ന വെല്ലുവിളി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുൻപായി പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ നാളെ വൈകുന്നേരം 3 മണി വരെയുള്ള 24 മണിക്കൂർ സമയം സഭയിൽ താൻ സന്നിഹിതനായിരിക്കുമെന്നും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സജ്ജമാണെന്നും പാർലമെന്റ് തടസ്സപ്പെടുത്താതെ പ്രവർത്തിക്കാൻ പ്രതിപക്ഷം അനുവദിക്കണമെന്നുമാണ് ഇപ്പോൾ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. അമിത്ഷാ എവിടെയാണ് എന്ന ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷത്തിനാണ് കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നത്. എല്ലാ ദിവസവും പാർലമെന്റിൽ വരുന്നുണ്ട്, നിങ്ങൾ സഭാ നടപടികൾ അനാവശ്യമായി തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ആ നിമിഷം പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് താൻ ഇറങ്ങി വരും, അവിടെ ചർച്ച നടത്തും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയാണ്. നന്ദഗോപൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.